ഇപ്പോൾ CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥ പൊതുസമ്മേളന നഗരിയായ യെച്ചൂരി നഗറിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി പാർട്ടി പ്രവർത്തകർ അവിടെയുണ്ട്. ഏറ്റവും ആവേശകരമായ ഒരു കൊടിമര ജാഥയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഒരു കൊടിമര ജാഥ അതിൻ്റെ ഏറ്റവും ആവേശം ഉൾക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്, അങ്ങനെ നിരവധി ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. ഏറ്റവും ആവേശകരമായ കൊടിമര ജാഥയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളന നഗരിയായ യെച്ചൂരി നഗറിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. യുവതയടക്കം പ്രായഭേദമന്യേ നിരവധി ആളുകൾ അവിടെ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്നും സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു, എങ്ങനെയാണ് ആ ഒരു കൊടിമര ജാഥയുടെ ആവേശം, മറ്റു വിവരങ്ങൾ? വർഷ, ഇപ്പോൾ കൊടിമര ജാഥ പൊതുസമ്മേളന നഗരിയായ യെച്ചൂരി നഗരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള ആവേശമാണ് ഇവിടെ പ്രവർത്തകരെ സംബന്ധിച്ചുള്ളത്. 24ാമത് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന പത്തനംതിട്ട ജില്ലാ CPM ജില്ലാ സമ്മേളനത്തിലാണ് സമ്മേളനത്തിന്റെ പൊതുസമ്മേളന വേദിയായിരിക്കുന്ന യെച്ചൂരി നഗരിലേക്കാണ് ഇപ്പോൾ പതാക ജാഥ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യം ദീപശിഖ ജാഥ അനശ്വര രക്തസാക്ഷി CV ജോസിന്റെ ആശ്രയത്തിൽ ഇവിടെ നിന്ന് പകർന്നു നൽകിയ ദീപശിഖ പ്രയാണമാണ് ആദ്യം ഈ പൊതുസമ്മേളന വേദിയിലേക്ക് എത്തിച്ചേർന്നത്. ഇവിടെ നിന്ന് പിന്നീട് ഈ ദീപശിഖ എങ്കിൽ പ്രതിനിധി സമ്മേളനം നടക്കുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നഗറിലേക്ക് എത്തിക്കും. അതിനു മുമ്പായി ഇവിടെ പതാക ജാഥ എത്തിച്ചേർന്നു അതിൻ്റെ കൊടി ഉയർത്തുന്ന ചടങ്ങിലേക്ക് കടക്കുകയും ചെയ്യും. ഇപ്പം CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ചേരുന്നുണ്ട്. സഖാവ്, ഇപ്പോൾ കൊടിമര ജാഥ എത്തിയിരിക്കുകയാണ്. കൊടിമര ജാഥ എല്ലാം എത്തിച്ചേർന്ന് കഴിഞ്ഞു. എല്ലാവരും ഏറ്റുവാങ്ങി പതാക ഉയർത്താൻ പോവുകയാണ്. കൊടിമര ജാഥ എത്തിച്ചേർന്ന ഇപ്പോൾ പതാക ഉയർത്തുന്ന ഒരു ചടങ്ങിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അതിലേക്ക് കടക്കും. വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നാണ് ഈ കൊടിമര, കപ്പി, കയർ, ദീപശിഖ ജാഥകളെല്ലാം തന്നെ ആരംഭിച്ചത്. അങ്ങനെ അനക്ഷര രക്തസാക്ഷികളുടെ സ്മരണകൾ പുതുക്കിക്കൊണ്ട് തന്നെയാണ് CPMന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് കോന്നിയിൽ ഇന്ന് അതിൻ്റെ ഇന്ന് കൊടി ഉയർത്തുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ 28, 29, 30 തീയതികളിലാണ് ഈ സമ്മേളനം നടക്കുക. പ്രതിനിധി സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്ററും, സമാപന സമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗവും അതുപോലെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 11 ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങളും വിജയകരമായി പൂർത്തിയാക്കി. എല്ലാ ലോക്കൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ സമ്മേളനത്തിന് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്. മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് പാർട്ടിക്ക് ഈ സമ്മേളന സമയത്ത് ചില വാർത്തകളും വിവാഹിതയൊക്കെ ചൂണ്ടിക്കാട്ടിരുന്നെങ്കിലും അതിനെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് തന്നെയാണ് സമ്മേളന നഗരിയിലേക്ക് ഇപ്പോൾ വിജയകരമായി സമ്മേളനം നടത്തിപ്പിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പാർട്ടി ജില്ലാ സെക്രട്ടറി KP ദേവാനു, സംസ്ഥാന കമ്മിറ്റി അംഗം രാജീവ് അബ്രഹാം, മറ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ പതാക ഉയർത്തുന്ന ചടങ്ങിൽ സന്നിധരാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ പതാകയും മറ്റേ കപ്പി, കയർ എല്ലാം തന്നെയും കോന്നി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്ന ശേഷമാണ് ഇപ്പോൾ പൊതുസമ്മേളന നഗരിയായ യെച്ചൂരി നഗർ കോന്നിയിലെ പുതിയ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. തുടർന്ന് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ കൊടിമരം ഉയർത്തുന്നതാണ്. അതിനുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. വർഷ, സുജു, അതിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഈ അനശ്വര രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണ്. അപ്പോൾ നിരവധി നേതാക്കൾ അടക്കം ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും എല്ലാ രക്തസാക്ഷികൾക്ക് അർഹിക്കുന്ന അംഗീകാരത്തോടുകൂടി തന്നെ ആണ് ഈ ജാഥകൾ പുറപ്പെട്ടത്. ദീപശിഖ ജാഥ അനശ്വര രക്തസാക്ഷി CV ജോസിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ചാണ് ഇപ്പോൾ ഇത് സമ്മേളന നഗരിലേക്ക് എത്തിയിരിക്കുന്നത്. മറ്റൊരു ജാഥ ആരംഭിച്ചത് പന്തളം രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VP ഹർഷകുമാർ, ജാഥ ക്യാപ്റ്റനും R ജ്യോതികുമാറും പങ്കെടുത്തുകൊണ്ടാണ് പതാക ജാഥ അവിടുന്ന് ആരംഭിക്കുന്നത്. മറ്റൊരു പതാക ജാഥ ആരംഭിച്ചത്
അത് ഇന്ന് രാവിലെ തന്നെ ആ ജാഥ ആരംഭിക്കുകയും ചെയ്തു. രക്തസാക്ഷി സന്ദീപ് കുമാറിൻ്റെ PB സന്ദീപ് കുമാർ, നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് PB സന്ദീപ് കുമാറിനെ സംഘപരിവാർ ആശയം ഉൾക്കൊള്ളുന്നവർ കൊലപ്പെടുത്തിയെന്ന ഒരു വാർത്ത വരുന്നത്. ആ PB സന്ദീപ് കുമാറിൻ്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് തിരുവല്ലയിൽ നിന്നുള്ള പതാക ജാഥ എത്തിച്ചേർന്നത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ മറ്റ് ജാഥകളെല്ലാം അങ്ങനെ സമ്മേളനത്തിന്റെ നടുവിലേക്ക് ജാഥ ക്യാപ്റ്റൻ MV സഞ്ജു, CPIM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി, അദ്ദേഹം ദീപശിഖ കൈമാറുന്ന ഇതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടത്. അല്പസമയത്തിനുള്ളിൽ തന്നെ പതാക ഉയർത്തും. അതിനായുള്ള തയ്യാറെടുപ്പുകളാണ് മുന്നോട്ട് പുരോഗമിക്കുന്നത്. വർഷ ചോദിച്ചതുപോലെ തന്നെ രക്തസാക്ഷികളുടെ സ്മരണകൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് CPIMന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് ഇന്ന് കൊടി ഉയരുന്നത്. ഒപ്പം സമ്മേളനവുമായി ബന്ധപ്പെട്ട കൊടി മുൻ ദിവസം CPM ജില്ലാ സെക്രട്ടറി പത്മകുമാർ ഏറ്റുവാങ്ങുന്ന ഇതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കൊടിമര ജാഥ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിനാൽ കൊടി ഉയർത്തുകയും ചെയ്യും. പൊതുസമ്മേളന നഗരിയായ യെച്ചൂരി നഗരിൽ കൊടി ഉയർത്തുന്ന ഒരു ചടങ്ങിലേക്ക് കടക്കും. വലിയ തരത്തിൽ തന്നെ നമുക്കറിയാം ജില്ലയുടെ എല്ലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കി തന്നെയാണ് ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ 1656 ബ്രാഞ്ച് സമ്മേളനങ്ങൾ, 113 ലോക്കൽ സമ്മേളനങ്ങൾ, 11 ഏരിയ സമ്മേളനങ്ങൾ, മുഴുവൻ 23,932 പാർട്ടി അംഗങ്ങളാണ് ജില്ലയിലുള്ളത്. 34 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 10 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമാണുള്ളത്. എല്ലാ ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ സമ്മേളനങ്ങൾ വിജയകരമായി പൂർത്തിയായ ശേഷമാണ് ഇന്നിപ്പോൾ പാർട്ടി ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് ഈ പൊതുസമ്മേളന വേദിയായ യെച്ചൂരി നഗരിൽ വെച്ച് കപ്പി, കയർ തുടങ്ങിയ ജാഥകൾ എത്തിച്ചേരുകയും കൊടി, പതാക, അതുപോലെ ദീപശിഖ എല്ലാം തന്നെ അതത് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന സഖാക്കൾക്ക് കൈമാറുന്ന ഒരു ചടങ്ങാണ്. ഇനിയും ഏവരും കാത്തു നിൽക്കുന്ന CPIMന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് കൊടി ഉയരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ കോന്നിയിൽ നിൽക്കുന്ന എല്ലാ പാർട്ടി പ്രവർത്തകരും ഇപ്പോൾ അതിനായുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഇപ്പോൾ തുടരുന്നതും. വർഷ സുജു, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ദീപശിഖ ഉയർത്തിപ്പിടിച്ച് കൊടിമരം എല്ലാവരും ഒത്തുചേർന്ന് ഒരുമിച്ച് പിടിച്ച് ഇൻകുലാബ് സിന്ദാബാദ് എന്നതടക്കം അവർ ഉറക്കെ പറയുന്നുണ്ട്. ആ 24ാം പാർട്ടി കോൺഗ്രസ് ജില്ലാ സമ്മേളനം അതിൻ്റെ എല്ലാ ഐക്യവും ഉൾക്കൊണ്ട് തന്നെയാണ് പുരോഗമിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും MV ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പലതവണ ഇക്കാര്യം വ്യക്തമാക്കിയാണ്. CPMനെ സംബന്ധിച്ചോളം ഒരു പാർട്ടിയാണുള്ളത്, പാർട്ടിക്കൊരു നിലപാടാണുള്ളത്. ഉൾപാർട്ടി ജനാധിപത്യപരമായി പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രിക്കെതിരെ ഉയരാം. എന്നാൽ പാർട്ടിയെ സംബന്ധിച്ചോളം പാർട്ടി ഒറ്റക്കെട്ടാണ്. അതിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ സൂചിപ്പിച്ച പോലെ നമുക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്രയും അധികം സമ്മേളനങ്ങൾ, അതായത് ജനാധിപത്യത്തിൻ്റെ ഉത്സവം കൂടിയാണ് CPIMന്റെ ബ്രാഞ്ച് സമ്മേളനം മുതൽ ആരംഭിക്കുന്നത്. അത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടത്തുന്നു, അതിനുശേഷം ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കുന്നു, പിന്നീട് ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കുന്നു, അതിനുശേഷമാണ് ജില്ലാ സമ്മേളനത്തിലേക്ക്. അതായത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പം 1656 ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് പത്തനംതിട്ട ജില്ലയിൽ പൂർത്തിയാക്കിയത്. മറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ്. അത് സംസ്ഥാനത്ത് ഏത് CPMന്റെ ജില്ലാ സമ്മേളനങ്ങൾ എടുക്കുമ്പോഴും പരിശോധിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് 1656 ബ്രാഞ്ച് സമ്മേളനം, പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് ബ്രാഞ്ചുകൾ. ആ സമ്മേളനങ്ങൾ, ഇത്രയധികം ബ്രാഞ്ചുകൾ ഒരു ജില്ലയിൽ പ്രവർത്തിക്കും, പത്തനംതിട്ട പോലെ ചെറിയൊരു ജില്ലയിൽ, അത് പൂർത്തിയായ ശേഷം
13 ലോക്കൽ സമ്മേളനങ്ങൾ, അതിനുശേഷം 11 ഏരിയ സമ്മേളനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്നു. അതായത് പാർട്ടിയെ സംബന്ധിച്ചോളം അതിൻ്റെ ജനാധിപത്യ പ്രക്രിയ പാർട്ടിയിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പാർട്ടിയിലെ ഭാരവാഹികളെ ഇപ്പം കോൺഗ്രസ് അല്ലെങ്കിൽ BJP ഇത്തരം രാഷ്ട്രീയ കക്ഷികൾ CPM-നെ വിമർശിക്കുമ്പോൾ അവരുടെ സംസ്ഥാന അധ്യക്ഷനെ ഉൾപ്പെടെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ കേന്ദ്ര നേതൃത്വം. തീർച്ചയായും സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകുന്നത്. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് പ്രൗഢഗംഭീരമായ തുടക്കം. സ്വയം വിമർശനത്തിൻ്റെയും തിരുത്തലിൻ്റെയും മഹാപ്രക്രിയ പത്തനംതിട്ട ജില്ലയിൽ ഇനി ആരംഭിക്കുന്നു. പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ. ഇതിൻ്റെ പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സുജു ടി ബാബു നൽകിയത്.